കഴിഞ്ഞ ദിവസം നമ്മളുടെ ആമസോണിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കുന്നതിന്റെ കേട്ടോ. അപ്പം അത് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സർവീസ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഏകദേശം 3 വർഷത്തോളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണ്. ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അവരുടെ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ വഴി ആമസോണിലൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ആമസോണിന്റെ ഒരു നെഗറ്റീവ് സൈഡ് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും GST രജിസ്ട്രേഷൻ ഇല്ല അല്ലെ. അപ്പൊ GST ഉള്ള ആളുകൾക്ക് മാത്രമാണ് ആമസോണിൽ അവരുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ GST നമുക്ക് നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ എടുക്കാം. പിന്നെ ചില ആളുകൾക്ക് GST എടുക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ മീഷോ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് മീഷോയിലൂടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ മീഷോയിലൂടെ GST ഇല്ലാതെ വിൽക്കുമ്പോൾ എന്താണ് നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിന്റെ അകത്തുള്ള ഓർഡറുകളാണ് കിട്ടുന്നത്. ഇപ്പൊ കേരളത്തിന് പുറത്തോട്ട് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് GST രജിസ്ട്രേഷൻ വേണം. കേരളത്തിന്റെ അകത്ത് നമുക്ക് സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ GST ഇല്ലാതെ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഒരു 5-6 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോഡക്റ്റിന്റെ കുറച്ച് ഫോട്ടോസ് മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് പോലും ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി മീഷോയില് എന്തെല്ലാം പ്രോഡക്റ്റ് വിൽക്കാമെന്ന് ചോദിച്ചാൽ എല്ലാ ലീഗൽ ആയിട്ടുള്ള പ്രോഡക്ട്സും വിൽക്കാം. ഇപ്പൊ കഞ്ചാവ്, മയക്കുമരുന്ന് അങ്ങനത്തെ ഒന്നും വിൽക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ എല്ലാ ലീഗൽ ആയിട്ടുള്ള പ്രോഡക്റ്റും വിൽക്കാം. അതോടൊപ്പം തന്നെ ഇപ്പൊ 7 ഡേയ്സിന് മുകളിൽ ലൈഫ് ടൈം വരുന്ന ഐറ്റംസ്, ഇഡ്ഡലി, ദോശ, ചമ്മന്തി അങ്ങനത്തെ ഉള്ളതൊന്നും പറ്റില്ല കേട്ടോ. ഇപ്പം അച്ചാറ്, ചിപ്സ് അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്, പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെടികൾ വിൽക്കാം, ജ്വല്ലറി ഐറ്റംസ് വിൽക്കാം, ഡ്രസ് ഐറ്റംസ് വിൽക്കാം, പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കാം. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസ് വിൽക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പൊ കുറച്ച് പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അത് മീഷോയിൽ വിൽക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പൊ കുറച്ച് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ആളാന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന് എന്തൊക്കെ ഐറ്റംസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മുടെ എറണാകുളം ബ്രോഡ്വേയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി മുത്തുകളൊക്കെ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ആ മുത്തൊക്കെ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ മീഷോയിൽ വിൽക്കാം. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ചെരുപ്പ്, ജ്വല്ലറി എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ മീഷോയിൽ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് വിറ്റിട്ട് പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. GST രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ഫുഡ് ഐറ്റംസ് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പിക്കിളൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് FSSAI സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് കേട്ടോ. പിന്നെ ഏറ്റവും നല്ലത് നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യുന്നതാണ്. നോൺ റിട്ടേണബിൾ എന്ന് വെച്ചാൽ ഇപ്പൊ മീഷോ, ആമസോണിലൊക്കെ നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് റിട്ടേൺ വരുന്നതാണ്. ഇപ്പൊ കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അവർക്കത് ഇഷ്ടപ്പെടാതെ റിട്ടേൺ അയക്കുന്നതാണ് ഈ ഒരു ബിസിനസ്സിലെ ഒരു നെഗറ്റീവ് സൈഡ് എന്നുള്ളത്. അപ്പൊ ഈ നോൺ റിട്ടേണബിൾ ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫുഡ് കാറ്റഗറി ഐറ്റംസ്, പിന്നെ ക്ലീനിങ് ഐറ്റംസ്, പിന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ അടിവസ്ത്രങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസിനൊന്നും നോൺ റിട്ടേണബിൾ ആണ്, റിട്ടേൺ ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് ആണ്. അപ്പൊ ആ ഒരു റിട്ടേൺ എന്ന വലിയൊരു തലവേദന നമ്മുടെ അടുത്തുനിന്ന് ഒഴിവാകും. ചെടികളൊന്നും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. പ്ലാന്റ്സ് ഒക്കെ മീഷോയിൽ വിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ മീഷോയിൽ എങ്ങനെയാണ് പ്രോഡക്റ്റ് വിൽക്കേണ്ടതെന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് അവൈലബിൾ ആണ്. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ് കേട്ടോ. വാട്സാപ്പിൽ ഡൗട്ട് ചോദിക്കാനായിട്ട് സാധിക്കും. മൊബൈൽ ഫോൺ മാത്രം മതി. അപ്പൊ താല്പര്യമുള്ള ആളുകൾ താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.